ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പം നമ്മൾ കാണാൻ പോകുന്നത് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ് സീസണിലെ 63-ാമത്തെ ചാപ്റ്റർ തൊട്ടിട്ട് 65 വരെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അങ്ങനെ അവർ ആ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവർ ചുറ്റും നോക്കിക്കൊണ്ട് നടക്കുവാണ്. അപ്പൊ ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ഇവിടെ പില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഈ സ്ഥലം ഇപ്പോഴും നിലനിൽക്കുന്നത്? അപ്പൊ ക്രിയോള് പറയാണ്, നമുക്ക് ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്താലോ, എനിക്ക് കുറച്ച് ഉറക്കം വരുന്നത് പോലെ ഉണ്ടെന്ന് പറയാണ്. അപ്പൊ ഓർത്തർ പെട്ടെന്ന് മനസ്സില് റെസ്റ്റോ, പക്ഷേ എന്ന് കരുതിയിട്ട് ഓർത്തർ എല്ലാവരുടെ അടുത്തും പറയാണ്, നമ്മളിവിടെ എന്തായാലും നിർത്താൻ പോകുന്നില്ല, ഈ സ്ഥലത്ത് എന്തോ ഒരു കുഴപ്പമുണ്ട്, നിങ്ങളുടെ ആയുധങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചേക്കാൻ വേണ്ടി പറയുവാണ്. അപ്പൊ ക്രിയോള് പറയാണ്, നിനക്ക് ഉറപ്പാണോ? എനിക്കിവിടെ ചെടികളും മരങ്ങളല്ലാണ്ട് വേറെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ ഓർത്തർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, ഇല്ല, എന്തോ ഒന്നും ഇവിടെ ഉണ്ട്, പക്ഷെ എന്താണെന്നാണ് എനിക്ക് അറിയാത്തത്, ഞാൻ എന്തോ ഒന്നിനെ മിസ് ചെയ്യുന്നുണ്ട് ഇവിടെ. പെട്ടെന്ന് ജാസ്മിൻ ഒരു കറുത്ത മനുഷ്യനെ കാണുവാണ്, ഒരു ഷാഡോ പോലെ. ജാസ്മിൻ അയാളെ സൂക്ഷിച്ചു നോക്കുമ്പോഴത്തേനും ക്രയോള്, ക്ലാര, ഇത് ശരിക്കും നീയാണോ എന്ന് വളരെ ആകാംക്ഷയോടെ ക്രയോള് മുന്നോട്ട് പോവാണ്. അപ്പൊ റെജിനോൾഡ്, ഓയ് ക്രയോൾ, നീ ഓക്കെ എന്നല്ലേ എന്ന് ചോദിക്കുവാണ്. പക്ഷെ ക്രയോള് കരഞ്ഞുകൊണ്ട് ഓടുവാണ്. ക്ലാര, എനിക്ക് അറിയായിരുന്നു നീ എന്തായാലും മരിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ള മഞ്ഞിന്റെ ഉള്ളിൽ കൂടെ ഓടുവാണ്. അപ്പൊ റെജിനോൾഡ് അവനെ വിളിക്കുവാണ്, പോകല്ലേ, നിക്ക്, ഞാൻ നിന്റെ കൂടെ വരാന്ന് പറയാണ്. അപ്പൊ ഓർത്തർ പെട്ടെന്ന് അവനെ നോക്കി പറയാണ്, നിക്ക്, ഇത് വളരെ ഡേഞ്ചറസ് ആണെന്ന് പറയാണ്. അപ്പൊ ജാസ്മിൻ പെട്ടെന്ന് ഓർത്തറിന്റെ കൈ പിടിച്ചിട്ട് പറയാണ്, എനിക്ക് തോന്നുന്നത് ഈ മിസ്റ്റ് നമുക്ക് ഇല്യൂഷൻസ് കാണിച്ചു തരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയാണ്. അപ്പൊ ഓർത്തർ, അതാണ് എനിക്ക് എന്തോ പോലെ തോന്നിയത് ഈ സ്ഥലം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് എല്ലാരോടും പറയാണ്, എല്ലാരും ഒരുമിച്ച് നിക്ക്, ഈ മഞ്ഞ് നമ്മുടെ സെൻസിൽ കളിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയാണ്. എന്നിട്ട് ഓർത്തർ സമന്തയുടെ അടുത്ത്, സമന്ത ഭാര്യയെന്ന് പറയുവാണ്. പെട്ടെന്ന് സമന്ത അവളുടെ പവർ യൂസ് ചെയ്തിട്ട് അവിടെയുള്ള മിസ്റ്റുകളൊക്കെ നീക്കുവാണ്. എന്നിട്ട് സമന്ത ചോദിക്കാണ്, ആരാണ് ക്ലാര? അപ്പൊ റെജിനൽഡ് പറയാണ്, ക്ലാര ക്രിയോളുടെ ഫിനാൻസയാണ്, പക്ഷെ അവളെ ഇവിടെ ജീവനോടെ കാണാൻ ഒരു വഴിയുമില്ല, കാരണം അവൾ ഒരു ഡെൻഷനിൽ മരിച്ചു. എന്നിട്ട് ബ്രാൾഡ് പറയാണ്, അവള് മരിക്കുന്നത് ഞാൻ എന്റെ 2 കണ്ണും കൊണ്ട് കണ്ടതാണ്, എന്നിട്ട് ഞങ്ങളാണ് അവളുടെ മരണക്രിയകളൊക്കെ കഴിഞ്ഞ് അവളുടെ ചാരം ഞങ്ങളാണ് കൊണ്ടുവന്നത്. എന്നിട്ട് റെജിനൽഡ് പറയാണ്, നമുക്ക് ക്രിയോളിനെ കണ്ടുപിടിക്കണം. അപ്പൊ ലൂക്കസ് അവിടെ വന്നിട്ട് വളരെ ദേഷ്യത്തോട് പരിഭ്രാന്തനായിട്ടും പറയാണ്, എന്താ ഒന്നും പ്ലാൻ ചെയ്ത പോലെ പോവാത്തത്, നിങ്ങളൊക്കെ ശരിക്കും നല്ല അഡ്വഞ്ചേഴ്സ് തന്നെയാണോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ റെജിനൽഡും ബ്രാൾഡും തലകുനിച്ച് നിൽക്കുവാണ് അവന്റെ മുമ്പില്. പെട്ടെന്ന് ഓർത്തർ ജാസ്മിനോട്, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പൊ ജാസ്മിൻ വളരെ സങ്കടത്തിൽ ഓർത്തറിനെ തിരിഞ്ഞു നോക്കിയിട്ട്, സോറി, എനിക്ക് എന്തോ പെട്ടെന്ന് പറ്റിയെന്ന് പറയുവാണ്. അപ്പൊ ഓർത്തർ, നീ എന്തേലും കാണുന്നുണ്ടോ? അപ്പൊ ജാസ്മിൻ, ഞാൻ എന്തെങ്കിലും അല്ല കാണുന്നത്, ഞാൻ ഒരാളെ കാണുവാണ്, എന്റെ അച്ഛൻ, അയാൾ എന്നെ കെട്ടിപ്പിടിക്കാൻ വരുന്ന പോലെയാണ് ഞാൻ കാണുന്നത്, അച്ഛൻ എന്നെ നോക്കി ചിരിക്കുന്നുമുണ്ട് എന്നിങ്ങനെ ഓർത്തറിന്റെ അടുത്ത് പറയുമ്പോഴത്തേനും ജാസ്മിൻ പെട്ടെന്ന് അവളുടെ സ്വാഡ് ഇറുക്കി പിടിക്കുകയാണ്. അപ്പൊ ഓർത്തർ ജാസ്മിന്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട്, നീ വേഗം ഓക്കെ ആയിക്കോളൂന്ന് പറയാണ്. എന്നിട്ട് ഓർത്തർ ജാസ്മിനോട് ചോദിക്കുവാണ്, ഈ നാശം പിടിച്ച മിസ്റ്റിന് എന്താ ചെയ്യാ, നിന്റെ അടുത്ത് ഈ മിസ്റ്റിനെ മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലും സ്പെല്ലുണ്ടോന്ന് ചോദിക്കുവാണ്. അപ്പൊ ജാസ്മിൻ പറയാണ്, ഇത്രയും വലിയ മിസ്റ്റിനെ മാറ്റാൻ പാകത്തിന് എന്റെ അടുത്ത് സ്പെല്ലില്ല, പക്ഷെ ഈ സ്പെല്ല് ഉപയോഗിച്ച് ക്രയോളിനെ കണ്ടെത്താൻ പറ്റുന്ന ഒരു വഴി ഉണ്ടാക്കാന്ന് പറയുവാണ് ജാസ്മിൻ. എന്നിട്ട് ജാസ്മിന്റെ കയ്യിലിരിക്കുന്ന ബ്ലേഡിനെ അവൾ ഉറയിൽ വെച്ചിട്ട് അവളുടെ മാജിക് ഉപയോഗിച്ച് അവിടെ ഒരു വഴി ക്രിയേറ്റ് ചെയ്യുവാണ്. അപ്പൊ ഓർത്തർ സമന്തേന്റെ അടുത്ത് ബാരിയർ ഓപ്പൺ ചെയ്യുന്നു പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കൂടിയിട്ട് അവിടെയുള്ള മിസ്റ്റ് മാറ്റിയിട്ട് അവർ ഒരു വഴി തുറക്കുമ്പോഴത്തേനും അവര് കാണുന്നത് അവരുടെ മുമ്പില് ഫുള്ള് മുൾച്ചെടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഓർത്തർ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ കരുതാണ്, നമ്മൾ എങ്ങനെയാണ് ഇത്രയും വലിയ മുൾച്ചെടീനെ ഈ മിസ്റ്റില് മിസ് ചെയ്തത്, അതുമല്ലാണ്ട് ജാസ്മിന്റെ സ്പെല്ല് ഉപയോഗിച്ചപ്പോ ഈ മുൾച്ചെടികൾ എന്താണ് നശിച്ചു പോവാത്തത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ലൂക്കസിന്റെ നേരെ തിരിഞ്ഞ് ഓർത്തർ പറയാണ്, അതുങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് വരുന്നത്, നിനക്ക് നീ ആരാന്ന് കാണിക്കാനുള്ള സമയം എത്തി ലൂക്കസ് എന്ന് പറയുവാണ്. അപ്പൊ ലൂക്കസ് അവിടെ കാറുവാണ്, അതൊന്നും നീ എന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനവന്റെ പവർ മൊത്തം യൂസ് ചെയ്ത് ആ വൈൻസിന്റെ നേരെ ഭയങ്കരമായിട്ട് ഫയർ ആക്കുവാണ്. പക്ഷെ ആ മുൾച്ചെടികൾ ഒന്നും കരിയുന്നില്ല. അപ്പൊ ഓർത്തർ ഇങ്ങനെ മനസ്സില്, ഇതെന്തായാലും ഈസി അല്ലെന്നാണ് തോന്നുന്നത്. എന്നിട്ട് ഓർത്തർ റെജിനോൾഡ് അടുത്ത് പറയാണ്, റെജിനൽഡ്, കോഞ്ചറേഴ്സ് അവരുടെ സ്പെല്ല് യൂസ് ചെയ്യുമ്പോ നീ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു പറയുവാണ്. ജാസ്മിൻ, ബ്രാൾഡ് എന്റെ ഒപ്പം വാന്ന് പറയുവാണ്. എന്ന് പറഞ്ഞ് അവര് 3 പേരും കൂടെ കൂടിയിട്ട് ആ മുൾച്ചെടീനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുവാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും ആ മുൾച്ചെടികൾക്ക് ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല, കാരണം ആ ചെടികൾക്കുള്ളിലുള്ള ഈർപ്പദം അതിനെ കരിയാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഓർത്തർ അവന്റെ സ്വാഡില് ഒരു എലമെന്റും കൂടെ ആഡ് ചെയ്ത് ആ മുൾച്ചെടികളെ വെട്ടുവാണ്. അപ്പൊ അത് കരിയുന്നുണ്ട്.
അപ്പൊ ഓർത്തർ ബ്രാൾഡിന്റെ നേരെ തിരിഞ്ഞിട്ട് ബ്രാൾഡ് സീറിംഗ് സ്പെല്ല് ഉപയോഗിക്കുന്നു പറയുമ്പത്തേനും ബ്രാൾഡ് ആ മുൾച്ചെടികളുടെ അടുത്ത് പോയിട്ട് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാണ്ടായിരിക്കും ആ മുൾച്ചെടികളുടെ നേരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ടാവുക. എന്നിട്ട് ബ്രാൾഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് തോന്നുന്നുണ്ടോ ഒരു WA ക്ലാസ് ആർഗ്യുമെന്ററി നിന്നെ പോലെ കുറച്ച് വലിയ വേര് കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു നിൽക്കുന്നു? അപ്പൊ ഓർത്തർ അത് കാണുമ്പോ ഇയാൾക്ക് വട്ടായെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് ജാസ്മിനെ നോക്കുവാണ്. ജാസ്മിൻ അവിടെ വളരെ സ്മാർട്ട് ആയിട്ടായിരിക്കും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കണ്ടാവുക. അപ്പൊ ഓർത്തർ അവക്ക് എന്റെ ആവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബ്രാൾഡിന്റെ അടുത്ത് പോവാണ്. അപ്പൊ ബ്രാൾഡ് ഈ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പത്തേനും അവന്റെ കയ്യിലും മേത്തൊക്കെ ആ മുൾച്ചെടികൾ വന്നിങ്ങനെ പടർന്ന് കേറുവാണ്. അവനെ ആ മുൾച്ചെടികളൊക്കെ വിഴുങ്ങുമ്പത്തേനും ഓർത്തർ വന്ന് ബ്രാൾഡിനെ രക്ഷിക്കും. എന്നിട്ട് ഓർത്തർ ബ്രാൾഡിനെ നോക്കി പറയുവാണ്, നീ നേരത്തെ പറഞ്ഞത് ഇതാണ് നിന്റെ ലാസ്റ്റ് ഡെൻജൻ ഡ്രൈവ് എന്നല്ലേ? കാരണം നീ ഇവിടെ വെച്ച് മരിക്കാൻ തീരുമാനിച്ചോന്ന് ചോദിക്കുവാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നീ സ്മാർട്ട് ആയിട്ട് ഫൈറ്റ് ചെയ്യ്, ഞങ്ങൾക്ക് ഇന്നും നിന്നെ വേണമെന്ന് പറയുവാണ് ഓർത്തർ. അപ്പത്തേന് ലൂക്കസ് അവനൊരു സ്പെല്ല് കുടിച്ചിട്ട് അവന്റെ മൊത്ത പവറും എടുത്ത് ആ മുൾച്ചെടികളെ അറ്റാക്ക് ചെയ്യുവാണ്. അപ്പൊ ആ മുൾച്ചെടികൾ കരയുന്നുണ്ട്. അപ്പൊ ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതാണ്, ഈ സ്പെല്ല് എന്തായാലും മുൾച്ചെടികളെ വീക്കർ ആക്കുന്നുണ്ട്. എന്തായാലും ലൂക്കസ് മുന്നോട്ട് തന്നെ നോക്കി ആലോചിക്കുകയാണെന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുവാണ്. പെട്ടെന്ന് എലീജന്റെ നേരെ അറ്റാക്ക് വരുവാണ്. അപ്പൊ റെജിനൽഡ് എലീജ അങ്ങോട്ട് നോക്കുന്ന് പറയുവാണ്. പെട്ടെന്ന് ബ്രാൾഡ് വന്ന് അവന്റെ നേരെ വരുന്ന അറ്റാക്കിനെ തടയും. എന്നിട്ട് എലീജ അവന്റെ എർത്ത് എലമെന്റ് യൂസ് ചെയ്തിട്ട് ആ മുൾച്ചെടികൾ നിൽക്കുന്ന ആ സ്ഥലം ഷേക്ക് ചെയ്യുവാണ്. അപ്പൊ ആ ഫയർ സ്പെല്ലും കൂടി യൂസ് ചെയ്യുമ്പോഴത്തേനും അതങ്ങനെ കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് സമന്ത അക്കോ ഷിഫോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെല്ല് ഉണ്ടാക്കി ആ മുൾച്ചെടികൾക്കുള്ളിലുള്ള ഈരപ്പദത്തിന് മൊത്തം വെളിയിലോട്ട് അബ്സോർബ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ വേഗം തന്നെ ആ മുൾച്ചെടികൾ കരിഞ്ഞു പോവാണ്. അപ്പൊ ഓർത്തറിന് അത് കാണുമ്പോ സമാധാനാവും. അവൾ അവളുടെ മൊത്തം ആരോഗ്യം എടുത്തിട്ടായിരിക്കും ആ സ്പെല്ല് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അങ്ങനെ അവള് പെട്ടെന്ന് തളർന്നു പോവുകയാണ്. എന്നിട്ട് ഓർത്തർ അവളെ പിടിച്ചിട്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സ്പെല്ല് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കി വളരെ നന്നായി എന്ന് പറയുവാണ്. എന്നിങ്ങനെ പറഞ്ഞ് അവര് നോക്കുമ്പോഴത്തേനും അവിടെയുള്ള ആ മഞ്ഞിൽ നിന്ന് മോയ്സ്ചർ ഫുള്ളും ആ മുൾച്ചെടികൾ വലിച്ചെടുക്കുവാണ്. അപ്പൊ അവരെല്ലാരും എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ഓർത്തർ ഇനി ഇതുങ്ങളെ മൊത്തം കരിയിക്കാൻ ഇനി എന്ത് സ്പെല്ലാ ഉണ്ടാവുക എന്ന് പറഞ്ഞ് എന്നിട്ട് അവിടെ ഉള്ളവരുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും അപ്പൊ അവിടെ നിൽക്കുന്നവരെല്ലാവരും നമ്മളെല്ലാവരും ഇപ്പൊ തന്നെ മരിക്കുന്നു പറഞ്ഞ അവസ്ഥയിൽ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് ഇവരെന്താ ഈ നോക്കി നിൽക്കുന്നതെന്ന് പറഞ്ഞ് ഓർത്തർ നോക്കുമ്പോഴത്തേനും ഓർത്തറിന്റെ ഉള്ള ജീവനെല്ലാം പോകും. കാരണം അവരുടെ മുമ്പിലേക്ക് വരുന്നത് മുൾച്ചെടികൾ കൊണ്ടുള്ള ഒരു മോൺസ്റ്റർ പോലെയുള്ള ഒരു സാധനമായിരിക്കും. അപ്പൊ ഓർത്തറിന് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുന്നു ഒരു ഐഡിയയും കിട്ടാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്നിട്ട് സമന്ത ഇതിനെ കാണുമ്പോഴത്തേനും അവള് പേടിച്ച് താഴെ വീഴുവാണ്. എന്നിട്ട് ഞാൻ ഈ സാധനത്തിനെ ബുക്കുകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇതൊരു എൽഡർവുഡ് ഗാർഡിയൻ ആണെന്ന് പേടിച്ച് പറയുവാണ് സമന്ത. അപ്പൊ ബ്രാൾഡ് ദൈവങ്ങൾക്ക് പോലും നമ്മള് ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹമില്ലെന്നാണ് തോന്നുന്നത്. എന്നിട്ട് റെജിനൽഡ് അതിനെ നോക്കിയിട്ട് നീ എന്താ ഞങ്ങളെ കളിയാക്കുവാണോ? ഒരു C ക്ലാസ് മാനാ ബീസ്റ്റ് എന്താണ് ഇവിടെ ചെയ്യണേന്ന് ചോദിക്കുവാണ്. എന്നിട്ട് റെജിനൽഡ് അതിനെ നോക്കുമ്പോഴത്തേനും ക്രയോള് എൽഡർവുഡ് ഗാർഡിയന്റെ നെഞ്ചു ഭാഗത്തായിട്ട് ഇരിക്കുന്നുണ്ടാവും. അവനെ ആ മുൾച്ചെടികൾ കൊണ്ട് നെരിച്ച് അവന് ഒട്ടും വയ്യാത്ത പോലെ ആയിരിക്കും അവൻ ഇരിക്കുന്നുണ്ടാവുക. അവൻ ക്ലാര ക്ലാര എന്ന് പറഞ്ഞ് കരയുമായിരിക്കും. അപ്പൊ റെജിനൽഡ് അതിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവൻ അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഓർത്തർ അരുത്, നമുക്ക് എന്തായാലും ആ സാധനത്തിന്റെ ഒപ്പം നമുക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേനും റെജിനോൾഡ് അവന്റെ ശക്തി മുഴുവൻ ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവിടെ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി പോലെ സംഭവിച്ച് ഓർത്തർ തെറിച്ചു പോയി വീഴുമ്പോഴത്തേനും ജാസ്മിൻ നോട്ടെന്ന് പറഞ്ഞിട്ട് പേടിച്ച് നോക്കി നിൽക്കുവാണ്. അപ്പൊ ഓർത്തർ എലീജ അവനെ ഷീൽഡ് ചെയ്യുന്നു പറയുവാണ്. എന്നിട്ട് ജാസ്മിൻ ഓർത്തറിന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയാണ്. അപ്പൊ ഓർത്തർ അപ്പൊ ബാക്കിയുള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അവരോട് പ്രോമിസ് ചെയ്തതാണ് അവരെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാന്ന് പറയുമ്പോഴത്തേനും ഞാൻ നിന്റെ വീട്ടിലുള്ളവർക്ക് പ്രോമിസ് കൊടുത്തതാണ്, നിനക്ക് ഒരു കുഴപ്പവും പറ്റാണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞ ഓർത്തറിന്റെ കയ്യിൽ പിടിക്കുവാണ് ജാസ്മിൻ. ആ സമയത്ത് റെജിനൽഡ് അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങോട്ട് വാടാ ഒരുപാട് വളർന്നു പോയ മരമേന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഓർത്തർ ജാസ്മിന്റെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാം, പക്ഷെ ഇങ്ങനെയല്ല, എനിക്ക് ഇവരെ തനിച്ച് ഇവിടെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് ഓർത്തർ ജാസ്മിന്റെ അടുത്ത് പറയാണ്. അപ്പൊ ജാസ്മിൻ ശരി എന്ന് പറയുമായിരിക്കും. അപ്പൊ റെജിനൽഡ് പോയി അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. എന്നിട്ട് ആ എൽഡർവുഡ് ഗാർഡിയൻ എല്ലാവരും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ആ മുൾച്ചെടികൾ വെച്ചിട്ട്. എന്നിട്ട് അവിടെ ഉള്ളവരൊക്കെ അതിന്റെ അടുത്തുനിന്ന് ഓടിപ്പോവാൻ നോക്കുവാണ് റെജിനോൾഡിനെ ഒഴികെ. എന്നിട്ട് ഓർത്തർ എലീജ ജാസ്മിൻ പോയിട്ട് ബ്രാൾഡിനെയും ബാക്കിയുള്ളവരെയൊക്കെ എടുത്തോണ്ട്
വരുമ്പത്തേനും നീ അവരെ കവർ ചെയ്യണം, എന്നിട്ട് പുറത്തേക്ക് പോകാനുള്ള വഴീന്റെ അടുത്തേക്ക് വാന്ന് പറയുവാണ്. അപ്പൊ എലീജ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പത്തേനും റെജിനോൾഡിനെ മൊത്തമായിട്ട് മുൾച്ചെടി ഇങ്ങനെ ചുറ്റിപ്പണങ്ങി വെച്ചിരിക്കുകയായിരിക്കും. അപ്പൊ ഓർത്തർ, ലൂക്കസ് നീ ആ റെജിനോൾഡിനെ ചുറ്റിപ്പണങ്ങി നിൽക്കുന്ന മുൾച്ചെടികളെ കത്തിക്കെന്ന് പറയുമ്പത്തേനും ലൂക്കസ് അവന്റെ ദണ്ട് ഉപയോഗിച്ച് അവന്റെ പവർ ഫുള്ള് ഓർത്തറിന്റെ മേലേക്ക് അറ്റാക്ക് ചെയ്യുവാണ്. എന്നിട്ട് ഓർത്തർ ആ അറ്റാക്കില് പറന്നുപോയി വീഴുവാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ 65ാമത്തെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ലൂക്കസ് ഓർത്തറിനെ അറ്റാക്ക് ചെയ്തിട്ട് ഓർത്തറിന് ഇനി എന്ത് സംഭവിക്കും, അവിടെയുള്ളവരൊക്കെ ഇനി എങ്ങനെ അവിടുന്ന് എസ്കേപ്പ് ആവുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.